Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് എത്തിക്കോട്ടെ കേട്ടോ. എല്ലാരും ഒന്ന് വന്നോട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി നോക്കാം കേട്ടോ. ഓക്കെ, തുടങ്ങാം നമുക്ക്. Good afternoon, madam. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഊണൊക്കെ എല്ലാവരും കഴിച്ചോ? എല്ലാവരും ഊണ് കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ആ, എന്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഊണ് കഴിക്കാതിരിക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരാ അത്? മാഡം, വീട്ടിൽ ഇതൊരു ജോലി ഉണ്ടായിരുന്നു മാഡം, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞോളാ? ഓ, എന്ത് ജോലിയായിരുന്നു വീട്ടില്? വീട്ടില് ടാങ്കിന്റെ മുകളില് കുറെ മണ്ണ് കയറി, അതായത് പെരിച്ചാഴി തോണ്ടി പൈപ്പ് പൊട്ടി, അങ്ങനെ മണ്ണ് മൊത്തം ടാങ്കിന്റെ മുകളിൽ കയറി. അത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. അതെ, കഴിഞ്ഞോ അപ്പൊ അത്? അത് കഴിഞ്ഞു. എപ്പോഴാ ഊണ് കഴിക്കണേ? ഊണ് ഇനി 3:30-ക്ക് ശേഷം. 3:30-ക്ക് ശേഷോ? ഓ, ഇപ്പൊ ഇനി ക്ലാസ് നടക്കാൻ, ഇനി 2 മണിക്കൂർ ക്ലാസ് അല്ലേ നമുക്ക്. മാഡത്തിന് 1 മണിക്കൂർ, അല്ലാതെ വേറെ 1 മണിക്കൂർ ക്ലാസ് അടുത്തത്. ഇത് വേറെ ആരാ ഊണ് കഴിക്കാതിരിക്കണേ?
ഞാൻ മാം സുരഭി. എന്തുപറ്റി സുരഭി? കുഞ്ഞിന്ന് എത്തിയില്ല, ലേറ്റായി. അപ്പൊ അവൻ വന്നിട്ട് അവന് കൊടുത്തിട്ട് കഴിക്കുള്ളൂ. കുഞ്ഞിനെന്താ? സ്കൂളിൽ പോയിരിക്കുന്നു, വന്ന് എത്തിയിട്ടില്ല. വണ്ടിന്ന് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ കുഞ്ഞു വന്നിട്ടേ കഴിക്കുള്ളൂ? അവന് കൊടുത്തിട്ട് കഴിക്കും. അപ്പൊ കുട്ടി ആഹാരം കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, അവന് ക്ലാസ് 1 മണി വരെ ഉള്ളു. 1 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. നിന്ന് വണ്ടിക്ക് എന്തോ പ്രോബ്ലം ആയിട്ട് അവർ ചെല്ലാൻ ലേറ്റായി. അപ്പൊ ടിഫിനും സ്നാക്സും മാത്രമേ കൊടുത്തയക്കുള്ളൂ. അതിലമ്മ വിഷമിച്ചിരിക്കണോ അല്ലെ? ഉം. കഴിക്കാൻ തോന്നണില്ല അല്ലെ? അതെ. നമ്മ കഴിഞ്ഞ ക്ലാസ്സില് എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മള്? ഏതൊക്കെയാണ് റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് പറഞ്ഞത്? ഞാൻ ഒരാളോട് ചോദിക്കാം, അയാള് പറയുക കേട്ടോ. ഓർത്തെടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എന്താണ് ഞാൻ ചോദിക്കുന്നു എന്ന് വെച്ചാൽ ആരും ഒന്നും വിചാരിക്കണ്ട. ബിന്നി ജോസ്, ബിന്നി ജോസ്, ബിന്നി ജോസ് ഇല്ലേ? എവിടെ പോയി? ഷെഫീന യെസ് മാം. പറഞ്ഞോളൂ. അറിയാവുന്നത് പറഞ്ഞോളൂ. റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലായി? അറിയാവുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞാൽ മതി. എന്തൊക്കെ മനസ്സിലായി ക്ലാസ്സിന്? ഇല്ലേ? ഒന്നും മനസ്സിലായില്ലേ? ഷെഫീന, ഒന്നും മനസ്സിലായില്ലേ? റിൻസി, റിൻസിക്ക് മനസ്സിലായതൊന്ന് പറഞ്ഞേ. Relative pronouns is make any relative cause an example of which is this house which മനസ്സിലായിട്ട് പറഞ്ഞാൽ മതി റിൻസി. മലയാളത്തിൽ പറഞ്ഞാലും മതി. എന്ത് മനസ്സിലായി റിൻസിക്ക്? അതാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. റിൻസിക്ക് എന്താണ് റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് മനസ്സിലായത്? എന്റെ ക്വസ്റ്റ്യൻ കേൾക്കുക. റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് റിൻസിക്ക് എന്ത് മനസ്സിലായി? ക്ലോസ് ഞാൻ എടുത്തോ? അതാണ് ഞാൻ ചോദിക്കണത്. relative cause എടുത്തു. relative cause ഹലോ മേഡം ക്ലോസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിഫൈനും നോൺ ഡിഫൈനും. അതെന്നെ, അതൊക്കെ തന്നെ. പിന്നെ അതിന്റെ എക്സാമ്പിൾ ഗീവ് ഇൻഫോർമേഷൻ ഇസ് നെസസറി. നോൺ ഡിഫൈൻഡ് തന്നെ ഗീവിംഗ് ഇൻഫോർമേഷൻ ഇസ് നോട്ട് അൺനെസസറി. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു. My brother who lives in Chennai is visiting for church. Their students അപ്പോഴത്തെയാണ് ഒരു മനസ്സിലായി അല്ലേ? അപ്പൊ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഈ ഇരിക്കണയിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച്? അടുത്തയിലേക്ക് പോവാനാണ് ഞാൻ ചോദിക്കുന്നത്. റിലേറ്റീവ് ക്ലോസിനെ കുറിച്ച് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ഒന്നും കൂടി പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്.
പറയൂ. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓരോരുത്തർ എടുത്ത് ചോദിക്കണോ? വർഷ വിപിൻ കുമാർ. ആ മിസ്സേ ക്ലിയറാ. ക്ലിയർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് പ്രോണൗണില് എന്താണ് ഡിഫൈനിങ് ക്ലോസ് എന്ന് പറയുന്നത്? ബ്രദർ, മൈ ബ്രദർ. ബിനോയ്, ഞാൻ ചോദിക്കുന്ന ആള് പറയുക. രേവതി, Right, ma'am. പറഞ്ഞോളൂ. ഡിഫൈനിങ് എന്ന് പറഞ്ഞത് എന്താണ്? റിലേറ്റീവ് ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ പാർട്ട് മാത്രം ഷോ ചെയ്യുന്നതാണ്. എസെൻഷ്യൽ മാത്രമായിട്ട് തരുന്നതാണ് ഡിഫൈനിങ് ഡിഫൈനിങ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫൈനിങ് സെന്റൻസിൽ കോമയൊന്നും കാണത്തില്ല. പിന്നെ എന്തുണ്ടായിരിക്കും അതിന്റെ കൂടെ? വെർബും അല്ല. എസ് പ്ലസ് വി ഉണ്ട് അല്ലേ? സബ്ജക്റ്റ് ആൻഡ് വെർബ് ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ വേറെ എന്തുണ്ടാവും? റിലേറ്റീവ് ക്ലോസിന്റെ കാര്യത്തില് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടായിരിക്കും അല്ലേ? റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത അല്ലെ? ഇനി അടുത്ത ആള് സ്റ്റെഫി ടോണി. യെസ് മാം. എന്താണ് നോൺ ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഗീവ്സ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് നോട്ട് നെസസറി. Not necessary. That gives a നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഫസ്റ്റ് ക്ലോസിന് ബന്ധമില്ലാത്ത കാര്യമായിരിക്കും. അതായത് എന്ത് പറയാൻ നമുക്ക്? That is extra അല്ലേ? Extra information അല്ലേ? മ്യൂട്ട് ചെയ്തോളൂ. ഒരു എന്തോ പ്രോബ്ലം ഉണ്ട് അവിടെ. എക്സ്ട്രാ ഇൻഫർമേഷൻ നൽകുന്നു എന്നുള്ളതാണ് എന്താണ് നോൺ ഡിഫൈനിങ്. നോൺ ഡിഫൈനിങ്ങില് കോമാസ് ഉണ്ടായിരിക്കും. കേട്ടോ? മറ്റേ എന്തില്ല? ഡിഫൈനിങ്ങിൽ എന്തില്ല? കോമ ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ? വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ക്ലോസില്? ഞാൻ ഇൻഡിപെൻഡന്റ് മെയിൻ ക്ലോസ് പറഞ്ഞു തന്നോ? ഡിപെൻഡന്റ് ക്ലോസ് പറഞ്ഞു തന്നോ? It is a group of words containing a subject or verb. അത് ക്ലോസ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസസിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട് അല്ലെ? ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ he came when I was studying നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? I can't cook very well, but I make quite good pancakes. Binoy, please mute your microphone. ക്ലോസില് രണ്ട് എന്താണ്? ഫസ്റ്റ് ക്ലോസ് ഉണ്ട്, സെക്കൻഡ് ക്ലോസ് ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി പറഞ്ഞതാണ്. ഹി കെയിം എന്നുള്ളത് വരെ എന്താണ് ഫസ്റ്റ് ക്ലോസ്. ബാക്കി ഒന്നില്ലെങ്കിൽ റിലേറ്റീവ് പ്രോണൗൺ കൊണ്ടോ പ്രിപ്പോസിഷൻ കൊണ്ടോ ഒക്കെ വേർതിരിച്ചിരിക്കുന്നത് അവിടെ വരെ എന്തായിരിക്കുള്ളൂ? ഫസ്റ്റ് ക്ലോസും. പിന്നീട് വരുന്നതൊക്കെ സെക്കൻഡ് ക്ലോസിലേക്കുമാണ് വരിക അല്ലെ? ഇനി ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് അതിനെന്തായിരിക്കുള്ളൂ? മീനിങ് ഫുൾ ആയിരിക്കുള്ളൂ അല്ലെ? ഫസ്റ്റ് ക്ലോസ് എന്തായിരിക്കുള്ളൂ? മീനിങ് ഫുൾ ആയിരിക്കും. ഇറ്റ് സ്റ്റാൻഡ് അലോൺ അല്ലെ? ഇറ്റ് സ്റ്റാൻഡ്സ് അലോൺ അല്ലെ? അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ആരുടെയും സഹായം വേണ്ട അല്ലെ? അപ്പോ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ആ കാര്യം എന്തിലടങ്ങിയിട്ടുണ്ടാവും? അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഹി കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനില്ല അവിടെ അല്ലെ? ഓൾറെഡി അതിനകത്ത് എന്തുണ്ട്? എല്ലാ ആൻസേഴ്സും എല്ലാം അതില് അടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഹി കെയിം, അവൻ വന്നു
അല്ല, ആര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ആരാ വന്നത്? ഹി അല്ലേ? അവൻ വന്നു എന്നാണ് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പോ മീനിങ് ഫുൾ ആയിരിക്കുള്ളൂ. ഇറ്റ് സ്റ്റാൻഡ്സ് അലോൺ. അതിന് സ്വന്തമായി നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ്. അതുകൊണ്ടാണ് ഇത് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? ഒരു മെയിൻ ആയിട്ടുള്ള ക്ലോസ് ആണ് അല്ലെ. അതുകൊണ്ടാണ് മെയിൻ ക്ലോസ്. ഫസ്റ്റ് ക്ലോസ് ആയതുകൊണ്ട് മെയിൻ ക്ലോസ് എന്നും, ഒരു ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിനെ പ്രിൻസിപ്പൽ ക്ലോസും എന്നും പറയാം. മനസ്സിലായോ? അപ്പോ എന്തൊക്കെയാണ് ഫസ്റ്റ് ക്ലോസിന്റെ പ്രധാന പ്രത്യേകതകൾ? എന്തൊക്കെയാണ് സുരഭി? മീനിങ് ഫുൾ സെന്റൻസ് ആയിരിക്കും. അതുകൊണ്ട് ഈ മീനിങ് ഫുൾ സെന്റൻസ് ആയിരിക്കും. വെരി സ്ട്രോങ് ആയിരിക്കും. സെന്റൻസിന് അടുത്ത സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിന് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയാം. അല്ലെ, ഒരു പ്രിൻസിപ്പൽ ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും ഒക്കെ നമുക്ക് പറയാം. ഇനി സെക്കൻഡ് ക്ലോസിന്റെ സംഭവം എന്താ? സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ? നോട്ട് കംപ്ലീറ്റ് ആണ് അല്ലെ. നോട്ട് കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഒരു മീനിങ് ഫുൾ അല്ല അല്ലെ. നോട്ട് മീനിങ് ഫുൾ അല്ലെ. നോട്ട് മീനിങ് ഫുൾ അല്ലെ. അതിനെന്താണ്? മീനിങ് ഫുൾ അല്ലാത്തൊരു സെന്റൻസ് ആയിരിക്കുള്ളൂ. അതിന് മീനിങ് വരണമെങ്കിൽ അല്ലെ, അതിനൊരു അർത്ഥം കിട്ടണമെങ്കിൽ ആരുമായിട്ട് ചേർന്നിരിക്കണം? ഫസ്റ്റ് ക്ലോസുമായിട്ട്. ഫസ്റ്റ് ക്ലോസിന്റെ സപ്പോർട്ട് വേണം അല്ലെ. ആ ഫസ്റ്റ് ക്ലോസിനെ സപ്പോർട്ട് ചെയ്യുക, ഫസ്റ്റ് ക്ലോസിന്റെ സപ്പോർട്ട് ആവശ്യമായി വരികയോ അല്ല എങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അതിനാവശ്യമായി വരും. അതുകൊണ്ട് അതിനെ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്നും, അല്ല എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. ഓക്കെ, എല്ലാവർക്കും ഇപ്പൊ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഞാൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ്. എന്താണ് അഡ്ജക്റ്റീവ്? എന്താണ് മലയാളത്തിൽ എന്തെന്നാ അഡ്ജക്റ്റീവിന്റെ? സുലൈമാൻ, കേൾക്കുന്നുണ്ടോ സുലൈമാനെ? സുലൈമാൻ, സുസ്മിത, അഡ്ജക്റ്റീവിന്റെ മലയാളം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. സുസ്മിത, ഇതാരും മിണ്ടാത്ത, എല്ലാരും ഊണിച്ചുറങ്ങിപ്പോയോ? എല്ലാരും ഊണിച്ചുറങ്ങിയാണോ? അല്ല, അത് മ്യൂട്ട് ഓൺ ആക്കിയിരുന്നില്ല, പറഞ്ഞോണ്ടുണ്ടായിരുന്നു. അതെ, സുസ്മിതയുടെ മകളാണോ അടുത്തുള്ളത്? മോളുടെ പേര് സിയ. സിയ. അഡ്ജക്റ്റീവിന്റെ എന്താ മലയാളം ഉള്ളത്? എന്നുമേ അഡ്ജക്റ്റീവിന് മലയാളം എന്താ? അറിയില്ല, ഓർമ്മയില്ല. ഞാൻ നാമവിശേഷണം. 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 അതന്നെ, നാമത്തെ വിശേഷിപ്പിക്കുന്നത് വിശേഷണം അല്ലേ. കേട്ടോ, നാമവിശേഷം അല്ലെ. അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നൗണിനെ എന്ത് ചെയ്യാ? നൗണിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ലെ, അല്ല എങ്കിൽ എന്ത് ചെയ്യാ? മോഡിഫൈ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നൗണിനെയോ പ്രോനൗണിനെയോ നൗണിനെയോ പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അഡ്ജക്റ്റീവ് കേട്ടോ, നൗണിനെ
ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ല എങ്കിൽ മോഡിഫൈ ചെയ്ത് കാണിക്കുകയോ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ റെഡ് എന്ന് പറയുന്നത് അല്ലെ, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക, നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ അല്ലെ, ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ ദ നൗൺ ആൻഡ് പ്രോനൗൺ അല്ലെ. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? റെഡ് ഫ്ലവർ, ഹാപ്പി, അല്ലെ, നമ്മള് ഹാപ്പി ജേണി എന്നൊക്കെ പറയില്ലേ, ഹാപ്പി ജേണി. ഗുഡ് ബൈ അല്ലെ. ഇതൊക്കെ എന്തെന്നാണ്? ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ് അറിയൂ? അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒരു മിനിറ്റ്. അപ്പൊ എന്താ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നൗണിനെയോ പ്രോനൗണിനെയോ നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് വിശേഷണമാണ് അല്ലെ, അതിനൊന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതിനെയാണ് കേട്ടോ. ഇപ്പൊ ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അഡ്ജക്റ്റീവിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ആട്രിബ്യൂട്ടീവ്, മെയിൻ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു കേട്ടോ. ഇനി വരുന്നുണ്ട് ഒരുപാട് 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ്. ഏതൊക്കെയാണ്? ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആട്രിബ്യൂട്ടില് എന്താന്ന് വെച്ചാല് അഡ്ജക്റ്റീവിനെ, അതായത് നൗണിന് തൊട്ട് മുന്നിലായിട്ട് എന്ത് വരും? അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ പ്രയോഗിച്ചാല് അത് ഏതാണ്? ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. മനസ്സിലായോ? അഡ്ജക്റ്റീവ് എപ്പോഴാ ഉപയോഗിക്കേണ്ടത്? നൗണിന് മുമ്പ്. നൗണിന് മുന്നെയാണ് അഡ്ജക്റ്റീവ് എങ്കിൽ അത് ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്നാണ്, അഡ്ജക്റ്റീവ് ആണ്. അതായത് ഇങ്ങനെ ലാർജ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് എന്ന നൗണിന് മുന്നിലായിട്ട് ഏത് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു? ലാർജ് എന്ന അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. മനസ്സിലായോ? ഇനി റസീന, ഉദാഹരണം പറഞ്ഞ, വേറെ എക്സാമ്പിൾ പറഞ്ഞ ആട്രിബ്യൂട്ടീവ് പ്രോനൗണിന്. ബിഗ് ഹൗസ്. എന്താണ്? ബിഗ് ഹൗസ്. ബിഗ് ഹൗസ്. ഓക്കെ, ഓക്കെ. ഷിൽജ, ഷിൽജ, ഷിൽജ എവിടെയാ? വർഷ, ഇവരൊക്കെ എന്താ ഒന്നും ഇല്ലാത്ത? വർഷ, നെറ്റ് പ്രോബ്ലം ഉണ്ടോ അവിടെ? വർഷയുടെ അവിടെയൊക്കെ? ഹലോ, വർഷ പറഞ്ഞോളൂ. ഒരു ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ. 2 വർഷമാണോ? 2 വർഷമുണ്ട് ഇതില്. 2 വർഷമുണ്ട്. നേരത്തെ മിസ് എന്നെ വിളിച്ചതാ, ഞാൻ പിന്നെ മിണ്ടാതിരുന്നേ. അതെ. എന്നാ വർഷ പറഞ്ഞോളൂ. ഒരു ആട്രിബ്യൂട്ടീവ് പ്രോനൗണിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സ്മോൾ റോസ്. ഓക്കെ, സ്മോൾ ഹൗസ്, ചെറിയ വീട്. ഓക്കെ, മിക്കവാർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ?
എന്താണ് കാര്യം ഒന്ന് പിടികിട്ടിയ എല്ലാവർക്കും? പിടികിട്ടോ? ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ, ഹാൻസം ബോയ് എന്നൊക്കെ പറയുമ്പോ അല്ലേ, അത് ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആണ്. ഇനി പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവില് ഇവിടെ നാമത്തിന് പകരം ക്രിയാപദത്തോട് ചേർത്താണ്. നേരത്തെ നമ്മള് നാമത്തിന്റെ അടുത്താണ് ചേർത്തത്, അഡ്ജക്റ്റീവ് ചേർത്തതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആട്രിബ്യൂട്ടിന്റെ എക്സാമ്പിൾ ഈ സെല്ലുലാർ ഫോൺ വരൂലേ? സെല്ലുലാർ ഫോൺ, സെല്ലുലാർ ഫോണോ? അട്രിബ്യൂട്ടീവ് പ്രോനൗണിലെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സെല്ലുലാർ ഫോൺ വരൂലേ? അത് വരുമോ? ഓ, PSC ക്ലാസ്സിൽ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. സെല്ലുലാർ ഫോണോ? ഓ, ഞാൻ നോക്കാം ഒന്ന്. എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല സെല്ലുലാർ ഫോൺ അങ്ങനെ വരുമോ എന്ന്. എനിക്ക് അഡ്ജക്റ്റീവിന് അത് വരാം, ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരാം, ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ ആയിട്ട് വരുമോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബുക്ക് സ്റ്റോർ ആ മേഡം? ബുക്ക് സ്റ്റോർ എന്താണ്? ബുക്ക് സ്റ്റോർ മനസ്സിലായില്ല പിന്നെ? ബുക്ക് സ്റ്റോർ ബുക്ക് സ്റ്റോളാ? ഓ, സ്റ്റോർ, ബുക്ക് സ്റ്റോർ. ഓ, ഓക്കെ, ബുക്ക് സ്റ്റോർ. അത് ശരിയോ? ശരി. ഇത് ഇവിടെ വെർബിന്റെ കൂടെ ആയിരിക്കും ആര് വരുന്നത്? അഡ്ജക്റ്റീവ് വരുന്നത്. മനസ്സിലായോ? അപ്പോ എന്താ ഇവിടെ വരുന്നത്? ആരാണ് പ്രെഡിക്കേറ്റീവ് വെർബിൽ അഡ്ജക്റ്റീവ് വരുന്നത്? വെർബിന്റെ കൂടെ വെർബിന്റെ കൂടെ ആര് വരും? അഡ്ജക്റ്റീവ്. വെർബിന്റെ കൂടെ അഡ്ജക്റ്റീവ് വരും അല്ലേ? അപ്പോ വെർബ് എന്ന് പറയുമ്പോ ഹെൽപ്പിംഗ് വെർബൊക്കെ ആവാട്ടോ. ഈസ്, ആറ്, ആമ്, വാസ്, ഹാസ്, ഹാവ് എന്ന് പറയുന്ന ഇത്രയും ഏതൊക്കെ ഓക്സിലറി വെർബ്സും ഒക്കെ വരാം വെർബ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് വെർബ് തന്നെ വരണമെന്നൊന്നും, ആക്ഷൻ എന്നൊന്നും വരണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോ എന്താണ് ഇവിടെ വെർബ് ഏതാണ്? വാസ് അല്ലേ? വാസ് എന്ന വെർബിനോട് കൂടി എന്ത് വന്നിരിക്കുന്നു? എന്താണ് വന്നിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ഫോം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതേതാണെന്ന് പറയാം? പ്രെഡിക്കേറ്റീവ് ആണ്, പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. This pen is smooth അല്ലേ? This pen is smooth അല്ലേ? ഇത് ഏതാണ്? ഇവിടെ വെർബ് ഏതാ? അഡ്ജക്റ്റീവ് ഏതാണ്? അഡ്ജക്റ്റീവ് ഏതാണ്? സ്മൂത്ത് അല്ലേ? വെർബ് പ്ലസ് അഡ്ജക്റ്റീവ്. ഓക്കെ, is not under you know it.
മാഡം ചോറ് കഴിച്ചത് അതെ കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചു. കഴിച്ചു. ഞാൻ ചോദിക്കുന്ന ആളൊന്ന് എനിക്കിത് ഇതിനകത്ത് പ്രെഡിക്കേറ്റീവ് ആയിട്ടുള്ളതും ആട്രിബ്യൂട്ട് ആയിട്ടുള്ള പ്രോനൗൺസിനെ കുറിച്ച് പറഞ്ഞു. നിത്യ അയ്യപ്പ, ഇതിനകത്ത് ഏതൊക്കെയാണ് ആട്രിബ്യൂട്ടീവും ഏതൊക്കെയാണ് പ്രെഡിക്കേറ്റീവും? This pen is smooth. ഫസ്റ്റത്തെ സെന്റൻസ് വായിച്ചേ. This pen is smooth. അതേതാണ്? അല്ല, ഞാൻ ബോർഡിൽ എഴുതിയേക്കുന്നത് കാണുന്നില്ലേ നിത്യ? ഉണ്ട്, കാണുന്നുണ്ട്. അതിലാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ടീവും പ്രെഡിക്കേറ്റീവും ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റത്തെ സെന്റൻസ് വായിക്കോ നിത്യ? She is a lazy girl. അത് ആട്രിബ്യൂട്ടീവ് ആണോ പ്രെഡിക്കേറ്റീവ് ആണോ? അത് attributive. ആട്രിബ്യൂട്ടീവ്. കാരണം എന്താ? ഫസ്റ്റ് അഡ്ജക്റ്റീവും അത് കഴിഞ്ഞ് നൗണും വന്നു. അപ്പൊ ഇത് attributive. അടുത്തത് He is not friendly. അതില് പ്രെഡിക്കേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. She is not friendly. Predicative ആണ്. ഫസ്റ്റ് വെർബും സെക്കൻഡ് അഡ്ജക്റ്റീവ് ആണ് ഫ്രണ്ട്ലി. നെക്സ്റ്റ് ഹി ഈസ് ഹംഗ്രി, അത് പ്രെഡിക്കേറ്റീവ് ആണ്. ഈസ് ഫസ്റ്റ് വെർബും സെക്കൻഡ് അഡ്ജക്റ്റീവും. നെക്സ്റ്റ് ദ ഷൂസ് ആർ എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് അതും പ്രെഡിക്കേറ്റീവ് ആണ്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. താങ്ക് യു മിസ്. വെരി ഗുഡ്. മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും? ഇനി വേണോ എക്സാമ്പിൾസ്? വേണോ? മേഡം അപ്പം അട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ നൗണിന് മുന്നേ അഡ്ജക്റ്റീവ് വന്നാൽ അത് അട്രിബ്യൂട്ട് ആയിരിക്കും. നൗണിന് മുന്നേ അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ആട്രിബ്യൂട്ടീവ് ആണ്. പിന്നെ പ്രെഡിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ വെർബിന്റെ കൂടെ അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പ്രെഡിക്കേറ്റീവ്. ഫോർ എക്സാമ്പിൾ പെന്നി സ്മൂത്ത്, അങ്ങനെ. അതായത് ഈസ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റീവ്, സ്മൂത്ത് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിരിക്കും. പെന്നി സ്മൂത്ത് അല്ലേ? അപ്പൊ ഇവിടെ ഈസ് എന്ന് പറയുന്നത് വെർബും സ്മൂത്ത് എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവുമാണ്. അപ്പൊ ഇത് പ്രെഡിക്കേറ്റീവ് ആണ് അല്ലേ? ഇപ്പോ ഷീസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ ഗുഡ് എന്ന് പറയുന്നത് ആര് വിശേഷിപ്പിക്കും? നൗണാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? ആ നൗണിന്റെ കൂടെ എന്ത് വരിക്കുന്നു? അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നുവെങ്കിൽ അത് ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ ഇതിൽ ആർക്കെങ്കിലും എന്ത് ആട്രിബ്യൂട്ടും പ്രെഡിക്കേറ്റീവും സംശയം ഉണ്ടോ? ഇല്ല മിസ്സേ. ഇല്ല, ആർക്കുമില്ല. ആർക്കില്ലല്ലോ? ഞാൻ ചോദിക്കാം കേട്ടോ.
മുഹമ്മദ് ഹിദാഷ്. മുഹമ്മദ് ഹിദാഷ് അതാരാ? മുഹമ്മദ്. ഹലോ. ആ ഹലോ, പറഞ്ഞോളൂ. ഇതിനകത്ത് ക്ലാസ്സിന് കയറിയുള്ളൂ. വേറെയുള്ളൂ. എന്താ വൈകിയത്? വീട്ടില് കുറച്ച് പണിയുണ്ട്. ഓക്കെ, കേൾക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്തോളൂ. ഹരിക്കുട്ടൻ. ഹരി ഹരി ഹരിയിലെ എവിടെ? ജസ്റ്റിൻ. ജസ്റ്റിൻ എന്താ ആരും വിളി കേൾക്കാത്തെ? എല്ലാവരും ഉറക്കണോ? ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. ജസ്റ്റിൻ. ജോബിമോൾ. ജോബിമോൾ ജോസ്. ആ പറഞ്ഞോളൂ ജോബിമോളെ. ഇതിനകത്ത് ഏതാണ് ആട്രിബ്യൂട്ടീവ്? ഇതിനകത്ത് ഏതാണ് പ്രെഡിക്കേറ്റീവ്? ജപ്പാൻ ഈസ് എ ഡെവലപ്ഡ് കൺട്രി, അത് ആട്രിബ്യൂട്ടീവ്. ഓക്കെ, വെരി ഗുഡ്. ന്യൂഡൽഹി ഈസ് എ ബിഗ് സിറ്റി, ഉം. അത് ആട്രിബ്യൂട്ടീവ്. ഓക്കെ. ദിസ് ബോക്സ് ഈസ് എ ഹെവി, അത് പ്രെഡിക്കേറ്റീവ്. ഓക്കെ, വെരി ഗുഡ്. ഊട്ടി ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി, അത് ആട്രിബ്യൂട്ടീവ്. ഓക്കെ. അല്ല അല്ല മാഡം ഈ ആ. ദിസ് ബോക്സ് ഈസ് ഹെവി അത് പ്രെഡിറ്റേറ്റീവ്. ശരിയാണ് പ്രെഡിറ്റേറ്റീവ്. മനസ്സിലായില്ല എല്ലാവർക്കും? ഇപ്പൊ ആർക്കൊരു സംശയമൊന്നുമില്ലല്ലോ? മനസ്സിലായോ? മനസ്സിലായി. എന്റെ കുറെ പേരൊന്നും വിളിക്കുമ്പോ ഒന്നും കേൾക്കാത്ത, ഇനി നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ജസ്റ്റിൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കണം. ഇനി 8th ടൈപ്പാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവിന്റെ ഓരോ ഇത് വരുന്നത്. അഡ്ജക്റ്റീവ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ്, adjective of quality. രണ്ടാമത്തത് adjective of quantity. മൂന്നാമത് adjective of number. 4, demonstrative. Demonstrative adjective. 5, interrogative adjective. മാഡം മൂന്നാമത്തെ ഒന്ന് നോക്കട്ടെ മാഡം. മൂന്നാമത്തെ 3, 4. ഒന്നാമത്തെ എഴുതാട്ടോ. ഞാൻ അബ്രിവേഷനിൽ എഴുതണുള്ളൂ കേട്ടോ. അത് നിങ്ങള് മനസ്സിലാക്കണം. adjective of quality, adjective of quantity, adjective of number. 4, demonstrative. 5, interrogative. 6, distributive. 7, proper. 8, possessive. ഇങ്ങനെ
8 ടൈപ്പുകളാണ് എന്തിലുള്ളത്? അഡ്ജക്റ്റീവ്സ് ഉള്ളത്. 8 ടൈപ്പ് അഡ്ജക്റ്റീവ്സ്. മേഘന ഒന്ന് വായിച്ചേ ആ 8 ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന്. മേഘന മേഘ Yes, ma'am. വായിച്ചോ. Adjective of quality, adjective of quantity, adjective of number, demonstrative adjective, interrogative adjective, distributive adjective, proper adjective, possessive. Possessive adjective. Okay, very good. സുരഭി യെസ് മാം. ഒന്ന് വായിച്ചോളൂ സുരഭി. Adjective of quality, adjective of quantity, adjective of number, demonstrative adjective, interrogative adjective, distributive adjective, proper adjective and possessive adjective. Okay, very good. പറഞ്ഞോട്ടെ, ഞാനിത് എഴുതിയെടുക്കണുണ്ടോ? ആരെങ്കിലും ഒക്കെ എഴുതിയെടുക്കണുണ്ടോ? Yes ma'am. എഴുതി വെച്ച് കഴിഞ്ഞു. യെസ് മാം, എഴുതി വെച്ചു വേണം. എഴുതി വെച്ചു. ഓക്കെ, നമുക്ക് ആദ്യം അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. അതിന്റെ ആ പേര് തന്നെ ഉണ്ട് അല്ലേ? എന്താണ് എന്തിനാ ക്വാളിറ്റി വെച്ച് വിശേഷിപ്പിക്കല് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ആട്രിബ്യൂട്ടിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെയും വന്നത്. അഡ്ജക്റ്റീവ് ക്വാളിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് വരുന്ന അതേ ഇത് തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ? ക്വാളിറ്റി ഓഫ് നൗൺ ഓർ പ്രോനൗൺ അല്ലെ? എന്താണ് ക്വാളിറ്റി ഓഫ് Noun or pronoun. പ്രോനൗൺ അല്ലെ? നൗണിന്റെയോ പ്രോനൗണിന്റെയോ ക്വാളിറ്റി അല്ലെ? അതിനാണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഹീസ് ക്ലവർ ബോയ്. എക്സാമ്പിൾ ആണോ മാഡം? എക്സാമ്പിൾ. ഹീസ് എ ക്ലവർ ബോയ് അല്ലെ? ഹീസ് എ ക്ലവർ ബോയ് അല്ലെ? അവനൊരു ബുദ്ധിസാമർഥ്യമുള്ള ഒരു ആൺകുട്ടിയാണ് അല്ലെ? ക്ലവർ, സമർത്ഥനായ ആൺകുട്ടിയാണ് അല്ലെ? ക്ലവർ ബോയ് അല്ലെ? അപ്പൊ ഈ ബോയുടെ വിശേഷണം എന്താ? ക്വാളിറ്റി എന്താണ്? ക്ലവർ ആണ് അല്ലെ? ക്ലവർ. ഇനി ഐ സോ എ ഹംഗ്രി മാൻ. ഐ സോ എ ഹംഗ്രി മാൻ അല്ലെ? അപ്പോ ഇവിടെ ആ മാന്റെ വിശേഷണം എന്താണ്? വിശന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ? ഐ സോ എ ഹംഗ്രി മാൻ. This is a heavy box. ഇതില് നൗണിനെ എന്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു? Heavy. അപ്പോ അതിനാണ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? ഇത്ര ഉള്ളത്, വേറെ ഒന്നും പഠിക്കാനല്ലേ. ഇനി രണ്ടാമത്തെ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് അല്ലെ? ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി നമ്മൾ ഹൗ മച്ച് എന്ന രീതിയിലാണ് നമ്മൾ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി വരുന്നത്. ഹൗ മച്ച് അല്ലെ? അപ്പോ അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു? ക്വാണ്ടിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ? അത് ഓഫ് എ നൗൺ ഓർ പ്രോനൗൺ അല്ലെ? എന്താണ് നൗണിന്റെയോ പ്രോനൗണിന്റെയോ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതില് ചിലപ്പോ സം, ലിറ്റിൽ, all, whole, double, few, half, any, അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന എല്ലാം മോർ വരില്ല മാം? മോർ അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? എന്തിന് വരുന്നതാണ്? ഹൗ മച്ച് എന്ന ഒരു ഡിസ്ക്രിപ്ഷനില് വരുന്നതാണ്. ആ ഒരു ക്വാണ്ടിറ്റിയില് വരുന്നതാണ്. സം വരാം, ലിറ്റിൽ വരാം അല്ലെ? കുറച്ചെന്നുള്ള അർത്ഥത്തിൽ അല്ലെ? സം, ലിറ്റിൽ, ഓൾ, ഹോൾ, ഡബിള്, ഫ്യൂ, ഹാഫ്, എനി, അങ്ങനെ അങ്ങനെ വരുന്ന എന്താണ് മോനെ?
സ്മോളും ബിഗും എല്ലാം ഇതിൽ വരത്തില്ല അങ്ങനെയുള്ള ഇത് സ്മോൾ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ക്വാണ്ടിറ്റി, അഡ്ജക്റ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ, അതായത് അളവാണ് ക്വാണ്ടിറ്റി അല്ലെ. ഹൗ മച്ച്, എത്ര. എക്സാമ്പിൾ പറയാം. അപ്പൊ എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഗോഡ് അല്ലെ. ഇവിടെ എന്താണ്, ഏതാണ് ഇവിടെ ക്വാണ്ടിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എന്തിനെ വിശേഷിപ്പിക്കുന്നു? ക്വാണ്ടിറ്റിയാണത് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് ക്വാണ്ടിറ്റി അങ്ങനെയാണ്. ഇതിനകത്ത് സുസ്മിത ഇതിനകത്ത് ഏതാണ് ക്വാണ്ടിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? ഹാഫ് കപ്പോ. ഓക്കെ, ചെയ്തോ. ബിനോയ്, ഉണ്ട് മാഡം. ഏതാണ് ക്വാണ്ടിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്? ഡോണ്ട് ഹാവ്. ഡോണ്ട് ഹാവ് ആണോ? ഡോണ്ട് അതവിടെ ഔഷധി വെർബ് അല്ലേ? ഡോണ്ട് എന്ന് പറയുമ്പോ അതെന്ത് വരും? മച്ച് അല്ലെ, ഹൗ മച്ച് അല്ലെ. എത്രത്തോളം എന്നുള്ളൊരു അർത്ഥം വരുമ്പോഴാണ് അതാണ് ആ ക്വാണ്ടിറ്റിയിൽ വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ. ഇനി അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, എല്ലാം അതിൽ തന്നെ വരുന്നതാണ് അല്ലെ. ഒരു എക്സാക്ട് നമ്പർ ഓഫ് നൗൺ ആൻഡ് പ്രോനൗൺസ് ആൻഡ് ദെയർ പൊസിഷൻ ഓർ പ്ലേസ് ഇൻ സർട്ടൻ ഓർഡർ. അതായത് എന്താണ് എക്സാക്ട് നമ്പർ? ഒരു എക്സാക്ട് നമ്പർ, അത് എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. പിന്നെ പറയൂലേ 8 oranges. 8 ഓറഞ്ച് ഒരു എക്സാക്ട് നമ്പർ ആണ് അല്ലെ. ഈ നൗണിന്റെ എക്സാക്ട് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ആണോ? അല്ലേ? 8 ഓറഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? എക്സാമ്പിൾ ആണോ? ഒരു എക്സാമ്പിൾ ഞാൻ എക്സാക്ട് നമ്പർ ഓഫ് നൗൺസിന് പറഞ്ഞതാണ്. ഈ അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുന്നതല്ലേ എക്സാക്ട് നമ്പർ ഓഫ് പൊസിഷൻ പറയാം. എത്തിയിട്ടില്ല അങ്ങോട്ട് കേട്ടോ, എത്തട്ടെ കേട്ടോ. എന്താണ് ബിനോയ് ചോദിച്ചത്? അല്ല മാഡം, നമ്മൾ ഈ അഡ്ജക്റ്റീവ് ഓഫ് നമ്പറിനെ പറയണതല്ലേ എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ് എന്ന്? എക്സാക്ട് അതാണ് പറയുന്നത്, എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. Pronouns and their positions. And their positions. And their positions or place. Either place in certain order. അതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവും അല്ലെ. ഇൻ ഓർഡർ, പ്ലേസ് ഇൻ certain order എന്ന് പറഞ്ഞില്ലെങ്കിലും പ്ലേസ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പ്ലേസ് ഇൻ ഓർഡർ, മനസ്സിലായോ? അപ്പൊ എക്സാക്ട് നമ്പർ ഓഫ് നൗൺസ് ആൻഡ് പ്രോനൗൺസ്, അത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എത്ര 8 ഓറഞ്ചസ് എന്ന് പറയുന്നതും എന്താണ് വി ഹാവ് 7 days എന്ന് പറഞ്ഞാലും അല്ലെ. 7 days, അപ്പൊ 7 ദിവസങ്ങൾ. അപ്പൊ ദിവസങ്ങളുടെ ഇത് വരുന്നത് എത്രയാണ്? എക്സാക്ട് നമ്പർ എത്രയാണ്? 7 ആണ് അല്ലെ. 7 365 days
എന്ന് പറയുന്നു. അപ്പോ എത്രയുണ്ട്? 365 അല്ലെ? ഇൻ 1 ഇയറില് 365 ഡേയ്സ് എന്ന് പറയുന്നു അല്ലെ? അപ്പോ ആ എക്സാക്ട് നമ്പേഴ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ എക്സാക്ട് നമ്പർ നമ്മൾക്ക് ഇവിടെ പറയാം. അത് ആ നൗണിന്റെയോ പ്രോനൗണിന്റേതാവും അല്ലെ? അപ്പൊ ഡേയ്സ് എന്ന് ഡേ എന്ന് പറയുന്നത് നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന എക്സാക്ട് നമ്പർ ആണ് ഞാൻ പറഞ്ഞത് 365 ഡേയ്സ് എന്ന് പറയുന്നത്. 365 ദിവസം അല്ലെ? ദിവസം എന്ന് പറയുമ്പോ ആ 365 അവിടത്തെ എന്ന് പറയുന്നത് എക്സാക്ട് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദർ പൊസിഷൻ അല്ലെ? അല്ലെങ്കിൽ അവയുടെ പൊസിഷനോ അല്ലെ പ്ലേസ് ഇൻ സർട്ടൺ ഓർഡർ അല്ലെ? ഏതെല്ലാം ഓർഡറിലാണ് അത്? ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ്. അതിന്റെ പൊസിഷൻ ഏതാണ്? ഫസ്റ്റ് ആണ് അല്ലെ? അതിന്റെ പൊസിഷൻ വരുന്നത്, അതിന്റെ പ്ലേസ് ഏത് എന്താണ്? ഒന്നാമത്തെ പ്ലേസ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ പൊസിഷൻ ഫസ്റ്റിലേക്ക് വരാം അല്ലെ? 2 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നു, തേർഡ് പൊസിഷൻ എന്ന് പറയുന്നു അല്ലെ? ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നു അല്ലെ? അങ്ങനെ ഓരോരോ പൊസിഷൻസ് ഏതൊക്കെയാണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അതിനെയാണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ അല്ലെ ഹൗ മെനി എന്ന രീതിയിലാണ് എത്രാമത്തെ അല്ലെ? ഹൗ മെനി എത്ര എന്ന രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? നേരത്തെ ഹൗ മച്ച് ആണ്, എത്രത്തോളമാണ് ക്വാണ്ടിറ്റിയില് വന്നത്. ഇത് ഹൗ മെനി എത്ര എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് അതിന് എന്തൊക്കെ വരാം? 1 അല്ലെങ്കിൽ ഫസ്റ്റ് എന്നോ, അല്ലെങ്കിൽ 2 ഓർ സെക്കൻഡ് എന്നോ, 2 അല്ലെങ്കിൽ സെക്കൻഡ് എന്നോ, 3 ഓർ തേർഡ് എന്നോ അല്ലെ? അസോൺ അതേപോലെ തന്നെ അല്ലെ? ഈച്ച്, നോ, സെവറൽ ഇതുകൂടി അതിൽ പെടും. സെവറൽ, ഓൾ, സം ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? അഡ്ജക്റ്റീവ് ഓഫ് നമ്പറിൽ വരുന്നതാണ്. മനസ്സിലായോ? അതിന്റെ പൊസിഷൻ ആണ് ഇപ്പൊ കൊടുത്തത്. ഏറ്റവും ആദ്യം പൊസിഷൻ കൊടുത്ത് 1 അല്ലെങ്കിൽ ഫസ്റ്റ്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ സെക്കൻഡ്, 3 അല്ലെങ്കിൽ തേർഡ്, അങ്ങനെ പൊസിഷൻ നമുക്ക് കൊടുക്കാം അല്ലെ? പിന്നെ എന്തുകൂടി വരാം? മേഡം ഈ 1 ഓഫ് യു വന്നാലോ? 1 ഓഫ് യു എന്ന് പറഞ്ഞാൽ 1 ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമ്പറാണ്. ഹൗ മെനി എന്നുള്ളതാണ് വരുന്നത്. 1 ഓഫ് യു നിങ്ങൾ ഒരാൾ. അപ്പൊ ഒന്നുള്ളത് അത് എന്താണ്? ആ നമ്പറാണ്. ആ ഏതിന്റെ നമ്പർ? ആ പ്രോനൗണിന്റെയോ നൗണിന്റെയോ നമ്പറാണ് അവിടെ വന്നിരിക്കുന്ന 1 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 1 ഓർ ഫസ്റ്റ്, 2-ന് സെക്കൻഡ് എന്നും 3-ന് നമ്മൾ തേർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു അല്ലെ? ഇനി എന്തൊക്കെ വരാം? ഈച്ച് എന്ന് വരാം, നോ എന്ന് വരാം, സെവറൽ എന്ന് വരാം, ഓൾ എന്ന് വരാം, സം എന്ന് വരാം. അപ്പൊ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ വീക്ക് ഹാസ് 7 days അല്ലെ? അപ്പോ ഹൗ മെനി ഡേയ്സ്? 7. ഇംഗ്ലീഷില് എഴുതുമ്പോൾ 7 അങ്ങനെ ഇങ്ങനെ എഴുതണം, 7 days കേട്ടോ. എത്ര ഡേയ്സ്? ഹൗ മെനി ഡേയ്സ്? 7 days. 7. അല്ലെ? അത് കിട്ടുന്നു അല്ലെ നമുക്ക്? There are 9 persons in a group. In a group. How many persons are in this group? How many? കേട്ടോ? അപ്പൊ നമുക്ക് ആ ഹൗ ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ. 9 persons അല്ലെ? 9 persons in this group അല്ലെ? ഈ ഗ്രൂപ്പിൽ 9 persons ഉണ്ട് അല്ലെ? ഓക്കെ. ഇനി ഈ എവരി ഒക്കെ പറഞ്ഞല്ലോ. എവരി poor needs job അല്ലെ? എവരി poor needs job അല്ലെ? എല്ലാ പാവപ്പെട്ടവർക്ക് എന്ത് വേണം? ജോലി വേണം അല്ലെ? അപ്പോ ഈ പുവർ എന്ന് പറയുന്ന നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ എന്തായിട്ട് വന്നിരിക്കുന്നു? എന്തിനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? എവരി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ ആയിട്ട്
കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോ എല്ലാ പാവപ്പെട്ടവർക്കുന്നുള്ള ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നോ വന്നിട്ട് there are no stories in this book. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന adjective of number ഏതാണ്? നോ. അല്ലെ? അവിടെ ഒരു സ്റ്റോറീസും ഇല്ല എന്ന അർത്ഥത്തില് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെയോ? ഓക്കെ മാം. ഓക്കെ. ഇനി ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിക്ക് മുന്നേ ഞാനൊരു കാര്യം പറയാം. ആ എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരും. അഡ്ജക്റ്റീവ് ഫോംസ് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നിങ്ങളോട് പറയും എക്സാമിന്. മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മള് ഡിറ്റർമിനർ ഉണ്ടോ എന്ന് നോക്കുക. അതില് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിറ്റർമിനർ അല്ലെ. ഫസ്റ്റ് വരേണ്ട എന്താണ്? നിങ്ങളോട് കറക്റ്റ് ചെയ്യാൻ പറയും അല്ലെ. ഒരു എന്താണ് അതിന്റെ ഓർഡറിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ഓർഡർ ചെയ്ത് നിങ്ങളോട് ഈ പറയുന്ന അഡ്ജക്റ്റീവ് ഫോംസ് ചെയ്യാൻ പറയും അല്ലെ. ഫസ്റ്റ് നിങ്ങൾ ഡിറ്റർമിനർ നോക്കുക. ഡിറ്റർമിനർ എന്ന് വെച്ചാൽ ഏതാ ഡിറ്റർമിനർ? ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് ഏതാ? അതിന് വേറൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയും. ആർട്ടിക്കിൾസ്. ഓക്കെ, ഏത് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ. മനസ്സിലായോ? ഇതൊക്കെയാണ് ഡിറ്റർമിനർ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ ഒപ്പീനിയൻ. ആ ഒപ്പീനിയനിൽ ചിലപ്പോ എന്തൊക്കെ ഇരിക്കുള്ളൂ? ലവ്ലി എന്നോ ബ്യൂട്ടിഫുൾ എന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്ത് വരുന്നു? അഡ്ജക്റ്റീവ്സ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ വരുന്ന അതിന്റെ സൈസ്, ഏതൊക്കെ സൈസ് ആണെന്നുള്ളത്. പിന്നെ ആ സൈസ് നോക്കണം. ഏജ് എന്നുള്ളത് പിന്നീട് വന്നിട്ടുണ്ടോ? ഫിഫ്ത്ത് എന്നാണ് കളറ്, അതിന്റെ കളർ തന്നിട്ടുണ്ടോ? ഫിഫ്ത്ത് ഷേപ്പാണ് കേട്ടോ, അതിന്റെ ഷേപ്പ്. സിക്സ്ത് കളറ്. സെവൻത്ത് ഒറിജിൻ, അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്? എയ്ത്ത് അത് മെറ്റീരിയൽ, ഏതാണ് മെറ്റീരിയല്, ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ്. 9 പർപ്പസ്. ഇത്രയും കാര്യങ്ങള് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മള് അഡ്ജക്റ്റീവ് ഫോംസിന്റെ രീതിയിലേക്ക്. ഏഴാമത്തെ ഒറിജിൻ. 8 മെറ്റീരിയല്, 9 പർപ്പസ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ തരാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്നെടുത്തത്? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? മനസ്സിലായി. ഇനി എന്താ ചിലവര് വിളിക്കുമ്പോ എന്തോ കേൾക്കാത്ത എന്താ? ഞാൻ കേൾക്കുന്നുണ്ട് മേഡം. പിന്നെ കേൾക്കുന്നുണ്ട്, അത് എനിക്കറിയാം. പിന്നെ ഉത്തരം പറയുന്നുണ്ടല്ലോ. ഹരിക്കുട്ടനും ഹരിയൊക്കെ ലെഫ്റ്റ് ആയി. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ആരുടെ എല്ലാവരും ലീവ് ചെയ്യണ്ട കേട്ടോ. അടുത്ത ക്ലാസ് ആരുടെയാ? ശരണ്യ. അടുത്ത ക്ലാസ്സില് കേറിക്കോളൂ കേട്ടോ.